എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ പൊടിമാസാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആവശ്യമായ ചേരുവകൾ: ചിക്കൻ 1 കിലോ, ബോൺലെസ് പീസോ ബോണുള്ള പീസോ ഏതോ എടുക്കാം. പിന്നെ ഉള്ളി 3 എണ്ണം ചെറുതായി കട്ട് ചെയ്തത്, തക്കാളി 1 വലിയ തക്കാളി, കറിവേപ്പില, സ്പ്രിംഗ് ഓണിയൻ, പച്ചമുളക്, മല്ലിയില, പിന്നെ 2 കളർ ക്യാപ്സിക്കം. പച്ചമുളക് 2 or 3 എടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ് എല്ലാം കുറച്ച്, പെരിഞ്ജീരകം 1 ടീസ്പൂണ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ 2 മുട്ട വേണം. പിന്നെ നമ്മൾ ഇതെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ നല്ലെണ്ണ എന്ന് പറയും, എള്ളെണ്ണ എന്നൊക്കെ പറയും. അത് ചിക്കൻ നമ്മളൊരു കടായിൽ ഇടാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂണിൻ്റെ അത്ര മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് നമ്മൾ ചെറിയ പീസാക്കി ഇടാം. അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെക്കണം, അത് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഞാൻ 2 കളറാണ് യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് സ്പ്രിംഗ് ഓണിയന് ചെറുതായിട്ട് അതിൻ്റെ തണ്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതൊരു ചെറിയ പീസ് മതിയാകും. എല്ലാം നന്നായിട്ട് മിക്സ് കൊടുക്കുക. അതിലേക്ക് ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, ബാക്കിയുള്ള എല്ലാ പൗഡറും മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. നല്ല കളർഫുള്ളാണ്. ക്യാപ്സിക്കൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് അടപ്പെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നടുക്ക് ഇങ്ങനെ ഇതേപോലെ ഒരു പ്ലേസ് ആക്കി വെക്കാം, ഒരു കുഴിവലാക്കി വെക്കാം. അതിലേക്ക് നമ്മൾ 2 മുട്ട ആ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നടുക്കുന്ന തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ശേഷം അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനും എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാണാൻ നല്ല കളർഫുള്ളായിരിക്കും. ഇതൊരു 2-3 മിനിറ്റ് മൂടി വെക്കുക. ഇത് നല്ല ചിക്കൻ പൊടിമാസ് റെഡി ആയിരിക്കുകയാണ്. സ്നാക്സായിട്ട് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, മക്കൾക്കൊക്കെ വെറുതെ കൊടുക്കാം തിന്നാൻ. ഇതെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.